السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ക്ലാസിന്റെ ഭാഗമായുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയാണ്. മോരിസാ തരീഖത്തും സമസ്തയുമായി ബന്ധമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അതിന് മറുപടി പറയാമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മറ്റൊരാളുടെ ഒരു പോസ്റ്റ് കണ്ടു. റമദാൻ മാസത്തില് ഖുർആൻ ഓതലും ദിക്ർ ചൊല്ലലും ഒക്കെയല്ലേ നല്ലത്, ഇങ്ങനെയുള്ള ക്ലാസുകളും മറ്റുമൊക്കെ നിർത്തിവെക്കലാണല്ലോ ഉത്തമം എന്ന് ഒരാളുടെ അഭിപ്രായത്തെ എതിർക്കുകയല്ല, അവർക്ക് മനസ്സിലായ ഒരു അഭിപ്രായം അവർ പറഞ്ഞു എന്ന് മാത്രം. അതിനെ മറ്റൊരാൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട് ചെറിയ രൂപത്തിൽ. എന്നാൽ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം, ഈ സംഘടനയെ കുറിച്ച് പഠിക്കുക എന്നത് നമ്മുടെ ദീനിന്റെ ഒരു ഭാഗമാണ്. ഇത് വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും കേൾക്കണം. നമ്മളൊരു സംഘടന അല്ലെങ്കിൽ നമ്മൾ ഏത്തിന്റെ ആള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആള് എന്ന് പറയുന്നതിലുപരി എന്തിനാണ് നാം ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നും ഈ പ്രസ്ഥാനം എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നും നാം മനസ്സിലാക്കിയാൽ ഇതിന്റെ ഗൗരവം നമുക്ക് തിരിയും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരികയാണ്. സംഘടന വേണോ നമുക്ക് ഇവിടെ ഇസ്ലാമിക പ്രവർത്തനം നടത്താൻ എന്നായിരിക്കും ചിലരുടെ ചോദ്യം. സംഘടനയല്ല, യഥാർത്ഥത്തിൽ അത് വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് ആലോചന നടത്താനുള്ള ഒരു സംവിധാനമാണ് സംഘടന. ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് ഇസ്ലാമിക വിരോധികളുണ്ടായിരുന്നു. ആ ഇസ്ലാമിക വിരോധികളോട് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ആലോചിക്കുവാൻ മഹാന്മാരായ സ്വഹാബത്തുണ്ടായിരുന്നു. ആ സ്വഹാബത്തിനോട് ആലോചിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെയാണ് 4 ഖുലഫാഉർ റാഷിദീൻ ചെയ്തത്. അന്നുണ്ടായിരുന്ന മുഅ്തസിലിയാക്കൾ, ഖവാരിജിയാക്കൾ എന്നൊക്കെ പറയുന്നവർ ഇന്നത്തെ വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗുകാർ, ഖാദിയാനികൾ, കള്ളത്തരീഖത്തുകാർ എന്നൊക്കെ പറയുന്നതിന് പകരമാണ് അന്നത്തെ മുഅ്തസിലിയാക്കളും അതുപോലെയുള്ള അന്നത്തെ പുത്തൻ പ്രസ്ഥാനക്കാരും. അവർക്കെതിരെ അന്ന് ക്ലാസുകൾ നടന്നിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. പല പ്രവർത്തനങ്ങളും അവരുടെ ഈ തെറ്റായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അന്നുള്ള മഹാന്മാർ അന്ന് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഈ സമസ്തക്ക് രൂപം നൽകിയത്. 921 ഇവിടെ അങ്ങനെ സംഘടിത പ്രവർത്തനം ഉണ്ടായിട്ടില്ലല്ലോ, അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. പിന്നെ സ്വഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ ഖവാരിജികളും മുഅ്തസിലിയാക്കളും വന്നതുപോലെ ഇവിടെ ഇസ്ലാമിന്റെ പരിഷ്കർത്താക്കളാണെന്ന് അവകാശപ്പെട്ട് ഇസ്ലാമിന്റെ വിരോധികളുടെ പ്രവേശനം ചെയ്തപ്പോൾ അവർക്കെതിരെ പടപൊരുതേണ്ടി വന്നു. അത് ഓരോരുത്തരും വ്യക്തിപരമായി പടപൊരുതിയാൽ അത് എവിടെയും എത്തുകയില്ല. അതിനുവേണ്ടിയാണ് ആലോചനയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണല്ലോ മറ്റുള്ള കമ്മിറ്റികൾക്കൊക്കെ അവരെ കമ്മിറ്റിക്ക് വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി എന്നൊക്കെ പേര് പറയുമ്പോൾ സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറ, ജില്ലാ മുഷാവറ, താലൂക്ക് മുഷാവറ. മുഷാവറ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ആലോചന യോഗമെന്നാണ്. മറ്റുള്ളതൊക്കെ വർക്കിംഗ് കമ്മിറ്റി അഥവാ വർക്ക് ചെയ്യാനുള്ള കമ്മിറ്റി. ഇതല്ല, ഇത് ആലോചിച്ച് തീരുമാനമെടുത്ത് ശ്രീകരങ്ങളോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജമിയത്തുലമ പ്രധാനമായും വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നത് ഈ മുഷാവറയുടെ തീരുമാനപ്രകാരം മറ്റുള്ളവരാണ്. അപ്പൊ ഇതിന്റെ പേര് തന്നെ മുഷാവറ എന്നാണ്, ഇല്ലേ?
അള്ളാഹു ഖുർആനിൽ അങ്ങനെയാണ് പറഞ്ഞത്, വശാവിറുഹും ഫിൽ അംർ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് ചെയ്യണം. അങ്ങനെയുള്ളൊരു കൂടിയാലോചന, ആ കൂടിയാലോചന എന്ന സമിതിയുടെ പേരാണ് മുഷാവറ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന്റെ പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിക്കുകയും ഈ സംഘടനയ്ക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ അതിൽ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും അതുവഴി പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്കടങ്ങിയിരിക്കാൻ പറ്റുമോ? ആ സമസ്ത വളരെ കാലം സുന്നത്തിയമായത്തിന്റെ ആശയവും ആദർശവും വെച്ച് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനം നിശ്ചലമാക്കാൻ വേണ്ടി ഈ മുതലീങ്ങളാകുന്ന കക്ഷികൾ നൂതനമായിരിക്കുന്ന പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. ആ ആവിഷ്കരിച്ചതിന്റെ ഫലമായിരുന്നു ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞു തന്ന രാഷ്ട്രീയത്തിലൂടെ ഒളിഞ്ഞുകയറി രാഷ്ട്രീയ കുപ്പായമണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുഴുകി ഇവിടെ ജനങ്ങളുടെ ആളുകളായി വന്ന് എന്നിട്ട് ജനങ്ങൾക്ക് ചില സൗകര്യം ചെയ്തു കൊടുക്കുന്നവരാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ അധികാര കേന്ദ്രങ്ങളിൽ പിടിമുറുക്കി പരിശുദ്ധമായിരിക്കുന്ന ഈ സംഘടനയെയും സംഘടന വിഭാവനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും നശിപ്പിക്കുവാൻ അവർ ഒരുങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ലീഗൽ ആയിട്ട് തന്നെ അഥവാ നിയമപരമായി കൊണ്ട് തന്നെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അതിനെ നേരിട്ടു. അത് നേരിട്ടപ്പോൾ അവർക്ക് പരാജയവും സംഭവിച്ചു. അതാണ് സമസ്തയുടെ വിശദീകരണം അഥവാ സമസ്തയുടെ ചരിത്ര പഠനം നാം ഉൾക്കൊള്ളുന്നത്. അപ്പൊ അത് റമദാൻ മാസമാണെന്ന് കരുതി ഈ ഹക്കായ കാര്യം പറയുന്നതിന് എന്താണ് വിരോധമുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെല്ലാവരും ഒരുമിച്ചുകൂടി പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പുറപ്പെട്ടത് പരിശുദ്ധ റമദാനിലായിരുന്നു. സ്വഹാബത്ത് അതുവരെ നോമ്പ് നോറ്റ് പരിചയമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്ക് നോമ്പ് ഫർളായിരിക്കുക. ആ നോമ്പ് നോറ്റുകൊണ്ട് മദീനയിൽ നിന്ന് ഏകദേശം 240 കിലോമീറ്ററോളം അവർ കുന്നും മലയും താണ്ടി കൂർത്തമൂർത്ത കല്ലുകളിൽ ചവിട്ടി അവിടെ കാലുകളിൽ നിന്ന് രക്തം വരെ കൊണ്ടുവന്ന് പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ സംരക്ഷിക്കുവാൻ അവർ ബദറിലെത്തുമ്പോൾ ഒരു യുദ്ധമുഖത്തേക്കായി നിന്നില്ല ആദ്യം അവരുടെ വരവ്. പക്ഷേ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രവാചക പുണ്യവരെയും ഇല്ലാതെയാക്കുവാൻ വേണ്ടി വലിയ ഒരു സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം വഴിയിൽ വെച്ചവർ അറിഞ്ഞപ്പോൾ ഇത് പരിശുദ്ധ റമദാനാണ്, അതുകൊണ്ട് നാം യുദ്ധത്തിന് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുകയല്ല ചെയ്തത്. ആ റമദാനിക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സമുദായ ദ്രോഹികൾക്കെതിരെ ബദർ രണാങ്കണത്തിൽ വെച്ച് അവർ അഴലാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ സഹായിച്ചു. പരിപൂർണ വിജയത്തോടുകൂടി അവർ മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഞാൻ ബദർ യുദ്ധം പറയലല്ല, ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ ബദർ ദിനം വരുന്ന സമയത്ത് നമുക്കൊരൽപ്പം അതിനെക്കുറിച്ച് സ്മരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇസ്ലാമിന്റെ വിരോധികൾക്കെതിരെ പ്രവർത്തിക്കുവാനും പറയുവാനും അന്ന് തന്നെ റസൂലുള്ളാഹിയും സ്വഹാബത്തും ഒരുങ്ങിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. അപ്പൊ നമ്മുടെ മഹത്തായിരിക്കുന്ന ഈ സംഘടന, ആ സംഘടനയെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തി അവർ ആവശ്യമില്ലാതെ ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിട്ടു. എന്നിട്ട് അവർ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയല്ല എന്ന് മറുകക്ഷികൾ രാജ്യത്ത് മുഴുവനും അവര് പ്രചരണം നടത്തി. ഈ പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ട ബാധ്യത, പ്രചരിപ്പിക്കേണ്ട ബാധ്യത സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കുണ്ട്. അത് കേരളത്തിൽ സുസംഘടിതമായി നടന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ആലിമീങ്ങളുടെ ബാധ്യതയാണ്. ഓരോ പ്രദേശത്തുമുള്ളവർക്ക് ആ പ്രദേശത്തിനാണ് ചുമതല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പ്രവാചകനായി വരുന്നതിന് മുമ്പ് 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ ഒരു പഞ്ചായത്തിനൊരു പ്രവാചകൻ, ഒരു മഹലിന് ഒരു പ്രവാചകൻ, ഒരു നാട്ടിലൊരു പ്രവാചകൻ, ഒരു പഞ്ചായത്തിനൊരു പ്രവാചകൻ, അല്ലെങ്കിൽ ഒരു താലൂക്കിനൊരു പ്രവാചകൻ, അല്ലെങ്കിൽ ഒരു ജില്ലക്കൊരു പ്രവാചകൻ, അങ്ങനെയൊക്കെ ജില്ലക്കും അതുപോലെ സ്റ്റേറ്റിനും, സ്റ്റേറ്റും ജില്ലയും ഇല്ലെങ്കിലും അത്രയും സ്ഥലം കണക്കാക്കിയിട്ട് ആ സ്ഥലത്തുള്ള ആളുകൾക്ക് ഓരോ പ്രവാചകന്മാർ. അപ്പൊ ആ പ്രവാചകന്റെ ദൗത്യം ആ പഞ്ചായത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ജില്ലയിൽ മാത്രമാണ്. അതുപോലെ ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരുടെ ദൗത്യം, കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ ദൗത്യം കേരളത്തിലാണ്. അത് മഹാരാഷ്ട്രയിലുള്ള പണ്ഡിതന്മാരുടെ ദൗത്യം അവിടെയാണ്, ഉത്തർപ്രദേശിലുള്ള പണ്ഡിതന്മാരുടെ ദൗത്യം അവിടെയാണ്. അപ്പോ കേരളത്തിന് പുറത്ത് സമസ്തയുണ്ടോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് അത് അവിടെയുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളത്തിലുള്ള ആലിമീങ്ങൾ ദീന നിലനിർത്താൻ വേണ്ടി ഇവിടെ സംഘടിച്ചു. അവർ ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്താണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശം? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തോ അല്ലെങ്കിൽ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാര പരിധിയോ സ്ഥാപനങ്ങളോ ആണോ? അതൊന്നുമല്ല. പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ ദഅവത്ത്, ദീന് പറഞ്ഞു കൊടുക്കുക, ദീനിനെ പ്രചരിപ്പിക്കുക, ദീനിനെ വളർത്തുക, ദീനിന്റെ വിരോധികളോട് ചർച്ച ചെയ്യുക, അവരുടെ വാദങ്ങളെ ഗണ്ണിക്കുക, അവരുടെ വാദം ശരിയല്ലെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കുക. ഇതൊക്കെയാണ് ദീനിന്റെ ദഅവത്ത്. ആ ദഅവത്താണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ എടുത്തു വരുന്നത്. അത് കേരളത്തിൽ ഇവിടെ പണ്ഡിതന്മാർ നേരത്തെ തുടങ്ങി. ആ തുടങ്ങിയതിന്റെ ഫലം കേരള ജനത ശരിക്കും അനുഭവിച്ചു. കേരളത്തിലുള്ളതുപോലെ ഇസ്ലാമിക ശിക്ഷയും കാര്യങ്ങളും കേരളത്തിന്റെ പുറത്ത് മറ്റെവിടെയും കാണുകയില്ല. എവിടെ പോയി നോക്കിയാലും കാണൂല. എന്തേ അത്? ഇത്രമാത്രം സെറ്റപ്പും പ്രവാചകന്മാരുടെ പ്രവർത്തനത്തിന്റെ നിദാനമായിരിക്കുന്ന നേർക്കാഴ്ചയും വേണ്ടതുപോലെ കേരളത്തിലേ പ്രവർത്തിച്ചുള്ളൂ. ഇപ്പൊ അൽഹംദുലില്ലാഹ് ആ പ്രവാചകന്റെ അനന്തരാവകാശി എന്ന് നമുക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ കേരളത്തിന്റെ പുറത്തും തന്റെ ദൗത്യവുമായി വന്നപ്പോൾ കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിലും പ്രതിഫലനം തുടങ്ങി. അതിന്റെ ചലനങ്ങൾ കണ്ടു തുടങ്ങി. ഇന്നലെയോ നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ? ഒരു കുട്ടി അറബി കോളേജിൽ നിന്നും റാങ്ക് വാങ്ങിയത് ജാർഖണ്ഡ് സ്വദേശിയാണ്. ജാർഖണ്ഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ വളരെ കുറഞ്ഞ സ്ഥലം, ഇസ്ലാമിക ദഅവാ പ്രവർത്തനം വളരെ കുറഞ്ഞ നിലക്ക് ഉള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തുള്ള ആ സ്റ്റേറ്റിലുള്ള ഒരു കുട്ടിയാണ്, ഒരു ആലിമാണ് കേരളത്തിൽ വന്ന് പഠിച്ച് അറബി കോളേജിൽ നിന്നും ഇസ്ലാമിക ബിരുദ പഠനത്തിൽ ജേതാവായി ആ നാട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു കുട്ടി മാത്രമല്ല, വേറെയും കുട്ടികൾ അവിടെ നിന്ന് പഠിച്ച് അവിടെ ദഅവാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ പ്രവർത്തനമാണ്. അവർ ജാർഖണ്ഡിലും യു.പിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ആസാമിലും ബംഗാളിലും കാശ്മീരിലും തമിഴ്നാട്ടിലും അങ്ങനെ നിരവധി സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഈ ദഅവാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമുള്ള ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് അവിടെയുള്ള ആലിമീങ്ങളെ കണ്ട് സംസാരിച്ച് നിങ്ങളിങ്ങനെ അടങ്ങിയിരുന്നാൽ പോരാ, നാം പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് അവർക്ക് ഈ പ്രവർത്തന മാർഗം കാണിച്ചു കൊടുത്ത് അവരെ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളികളാക്കി അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ അത്ര ആയിട്ടില്ലെങ്കിലും അവിടെയും ഈ ശോഭ അത് പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രവർത്തനം അവിടെ നല്ല ഉന്മേഷത്തോടുകൂടി നടത്തിയാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലും ഇസ്ലാമിക പ്രവർത്തനം നടക്കും. അപ്പൊ ആ പ്രവർത്തനം നടത്തുന്ന സംഘടനക്കും ആ സംഘടനാ നേതാക്കൾക്കുമെതിരെ ആര് ഒഴിയമ്പെയ്യുകയാണെങ്കിലും ഒളിഞ്ഞോ തെളിഞ്ഞോ ആരോ പ്രവർത്തിക്കാൻ വരികയാണെങ്കിലും അവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത സുന്നത്ത് ജമാഅത്തിലെ പ്രവർത്തകന്മാർക്കുണ്ട്. ആ ബാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ്
പ്രിയമുള്ള സഹോദരന്മാരെ, ഏതാനും ഒരു മാസത്തിലധികമായി നിങ്ങളോട് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. അതിന് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ദുന്യവിയായ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല, അതിലേക്ക് ആവശ്യവുമില്ല. അല്ലാഹു തോഫിയൊക്കെ ചെയ്ത് എനിക്കും കുട്ടികൾക്കും ജീവിക്കാൻ ആവശ്യമായ അമത്ത് അല്ലാഹു എനിക്ക് നൽകിയപ്പോൾ ഈ ദീനിയുടെ അമത്ത് നടത്തൽ എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയാണ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാനും നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഞാൻ മുന്നോട്ട് വന്നത്. തികച്ചും അത് ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കണക്കിലെടുത്തിട്ടുള്ളതും. ഏതെങ്കിലും പണ്ഡിതന്മാരെയോ മറ്റുള്ളവരെയോ ഇരട്ടിക്കാണിക്കുക, അവർ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്നത് നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യമല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെയും ലക്ഷ്യമല്ല. പക്ഷേ സത്യം അത് തുറന്നു പറയുമ്പോൾ ചില ആളുകൾക്കത് അപ്രിയ സത്യമായി തോന്നും. ചില യാഥാർത്ഥ്യങ്ങൾ അത് വേണ്ടതുപോലെ കീറി മുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇങ്ങനെയാണോ സ്ഥിതി എന്ന് ചില ആളുകൾ സംശയിച്ചു പോകും. ആ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് വസ്തുനിഷ്ഠമായി വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് റമദാൻ മാസത്തിലും അല്ലാത്ത മാസങ്ങളിലുമൊക്കെ നമുക്കിത് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഇവിടെ പ്രവാചകന്മാരും സ്വഹാബത്തും ചെയ്ത ആ പ്രവർത്തനങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ളവർ ഖവാരികൾക്കെതിരെയും അന്നത്തെ പുത്തൻവാദികൾക്കെതിരെയും ശക്തമായ പോരാട്ടം നടത്തിയതുപോലെ പോരാട്ടം നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് സമസ്തയുടെ ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ആവശ്യമായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം. ഒരു പ്രാവശ്യം ചോദിച്ചത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചോദ്യത്തിൽ നിന്ന് പിന്മാറരുത്. ഒരുപക്ഷെ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് മറന്നതായിരിക്കാം. നിങ്ങൾ ചോദ്യം അത് വിട്ടുപോകരുത്. സംശയമുള്ളവർ ചോദിക്കണം, ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ നൂറിക്കാത്ത ഇയക്കത്തിന്റെ വിഷയം അത് നമുക്ക് നാളെ പ്രതിപാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.